ഹലോ, അപ്പോൾ നമുക്ക് SCERTയുടെ രണ്ടാമത്തെ പാർട്ടിയിലേക്ക് പോവാം. ഇന്ന് ഞാൻ 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിലൊരു ന്യൂസ് പേപ്പർ കട്ടിങ്സാണ് കൊടുത്താക്കുന്നത്. ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്കും സാധ്യത, തീരദേശ നിവാസികൾ ജാഗ്രതാ നിർദ്ദേശം. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിച്ചു. പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടറുമായി മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ്. ഇതൊക്കെ എന്തിനാണ് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പോയിൻ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം നിത്യജീവിതത്തിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തി എന്താണെന്ന് വ്യക്തമാക്കുന്നു. അതായത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണ് ഇത്. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്നും ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തിലേക്ക് കൈമാറുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ടായാൽ ഒരു ഭൗതിക അകലം മറികടക്കാൻ വേണ്ടി നമ്മൾ തമ്മിൽ എന്താണ് ഗതാഗതം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു സന്ദേശങ്ങളോ ആശയങ്ങളോ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്തത് ഗതാഗതം. ഇതൊരു തപാൽ കളക്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഡിഫറൻ്റായിട്ട് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് കാണാം. അപ്പോൾ മുകളിൽ മഞ്ചൽ, അതുപോലെ ഇപ്പുറത്ത് സൈക്കിൾ റിക്ഷ, അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് കാണാം. ഇപ്പുറത്ത് ബസ്, ഡബിൾ ഡെക്കർ ബസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ താഴെ എന്താണ് വാഹനം? വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളെയാണ് വാഹനങ്ങളെന്ന് വിളിക്കുക. അപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവവർഗം മനുഷ്യന്മാരാണ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ വാഹനത്തിന് പകരമായി ഉപയോഗിച്ചിരുന്നത് ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. അപ്പോൾ എന്തിനാണ് മനുഷ്യർ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? സഞ്ചാരത്തിന്, ചരക്കുകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന്. അപ്പോൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കാൽനടയായിട്ട്, അല്ലെങ്കിൽ തലച്ചുമടായിട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്ത്, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുള്ളത്. അത് കഴിഞ്ഞ് വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെ ആയപ്പോൾ നമ്മൾ ചക്രത്തിൽ നിന്നും വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തി. അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടിയാൽ ഭാരം നീക്കം എളുപ്പമാകും എന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളകളെ ചെറുതാക്കി ചക്രങ്ങളാക്കി. അപ്പോൾ ആ പടങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 അധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ 4500 വർഷങ്ങൾക്കധികം പഴക്കമുള്ള സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ചക്രം, അത് മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിപ്പോഴും സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇനി ഡിഫറെൻ്റ് കാലഘട്ടത്തിൽ ചക്രത്തിനുണ്ടായിരുന്ന ഒരു ട്രാൻസിഷനാണ് ആ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് മെസപ്പൊട്ടോമിയ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചതായി കണക്കാക്കപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിൽ ആയിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. യുഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിന് അർത്ഥം. അപ്പം മെസൊപ്പൊട്ടോമിയക്കാരാണ് ചക്രങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നു. അവരുടെ കാലഘട്ടത്തിൽ ചക്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. അതെങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ
എവിടെയാണ് ഈ മെസ്സൊപ്പൊട്ടേമിയ സംസ്കാരം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് മെസ്സൊപ്പൊട്ടേമിയ സംസ്കാരം നിലനിന്നിരുന്നതെന്ന് പറയുന്നു. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് നമ്മുടെ മെസ്സൊപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഏതാണ് ആ 2 നദികൾ എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസും ടൈഗ്രീസും. ഞാൻ എൻ്റെ താഴെ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. പിന്നെ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുതിരയും കാളയൊക്കെ നമുക്കതിൽ കാണാം. പിന്നീടാണ് നമ്മൾ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ച് ഈ യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായി. ഇനിയാണ് ഗതാഗത മാർഗങ്ങൾ. കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം എന്നിങ്ങനെ 3ആയിട്ട് നമുക്കിതിനെ തിരിക്കാം. കരഗതാഗതം എന്ന് പറഞ്ഞാൽ റോഡ് മാർഗമാവാം, റെയിൽ മാർഗമാവാം. ജലഗതാഗതം എന്ന് പറഞ്ഞാൽ ഉൾനാടൻ ജലഗതാഗതമാവാം, കടൽ, സമുദ്ര ഗതാഗതം. വ്യോമഗതാഗതം എന്ന് പറഞ്ഞാൽ ദേശീയ വ്യോമഗതാഗതമാകാം, അന്തർദേശീയ വ്യോമഗതാഗതം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഗതാഗത മാർഗങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഈ കരഗതാഗതം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാറും ബസ് അതേപോലെയുള്ള കാര്യങ്ങൾ, റോഡിൽ കൂടെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കരഗതാഗതത്തിൽ പെടുത്താം. പിന്നെ നമുക്ക് ട്രെയിൻ, അത് റെയിൽ ഗതാഗതം. അപ്പോൾ ഇതിന് ഇത്തിരി കൂടി വിശദമായിട്ട് നമുക്ക് നോക്കാം. ആദ്യം റോഡ് ഗതാഗതം. റോഡ് ഗതാഗതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൽ ഒറ്റയടിപ്പാത, മൺപാത, കല്ല് പാകിയ പാത. അതിൽ നിന്നും റോഡ് എങ്ങനെ പുരോഗമിച്ചു? കോൺക്രീറ്റ് പാതയും ടാർ ചെയ്ത പാതയുമായിട്ട് മാറി. ഒറ്റയടിപ്പാതകളും മൺപാതകളുമാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. അതാണ് പിൽക്കാലത്ത് ഇങ്ങനെയായത്. അപ്പം മക് ആദം റോഡുകൾ എന്നാൽ എന്താണ്? 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകളെ മക് ആദം റോഡുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ കണ്ടുവരുന്ന റോഡുകൾ? അതാദ്യമായിട്ട് തുടക്കമിട്ടത് JL മക് ആദം എന്ന ഒരു എഞ്ചിനീയറാണ്, സ്കോട്ടിഷ് എഞ്ചിനീയറാണ് 1820. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളെ നമ്മൾ മക് ആദം റോഡുകൾ എന്ന് പറയുന്നു. ഇനി നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത് റോഡ് ശൃംഖല നിലവിലുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് ഇന്ത്യയിലുള്ളത്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, ദേശീയ പാതകളുണ്ട്. ഇതുകൂടാതെ എക്സ്പ്രസ് ഹൈവേകളുണ്ട്. ഇത് നമ്മുടെ റോഡിൻ്റെ ആ ഒരു വലിപ്പം അനുസരിച്ച് അങ്ങനെ നമ്മൾ അതും ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ചുമതല അനുസരിച്ചിട്ടും നമ്മളിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വേറൊരു ഫാക്റ്റാണ്, ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ആ ഒരു ഫാക്റ്റും കൂടി നോക്കാം. ഇനി അടുത്തത് ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ. ആദ്യത്തെ സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ശൃംഖലയാണ് ഈ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. അപ്പോൾ മെയിൻ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. അതുകൊണ്ടാണ് ഈ ചതുഷ്കോണം എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ അതിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സുവർണ ചതുഷ്കോണം. ഇനി അടുത്തത് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറൻ ഇടനാഴിയും. അപ്പോൾ നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. അപ്പോൾ വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയായിട്ടും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ പിക്ചറിൽ അത് കൊടുത്തിട്ടുണ്ട്, സിൽച്ചാറും പിന്നെ പോർബന്ദറും. ഇവിടെ നമ്മുടെ ശ്രീനഗറും കന്യാകുമാരി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹൈവേകൾ.
പിന്നെ ഇതിൽ താഴെ നമ്മുടെ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പടം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എന്താണ് റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്ന് പറഞ്ഞാൽ താരതമ്യേന ചെലവ് കുറവ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, ഹ്രസ്വ ദൂരയാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത് റെയിൽ ഗതാഗതം. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കരമാർഗമുള്ളതാണ് നമ്മൾ റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. അപ്പോൾ റെയിൽ ഗതാഗതം എന്താണെന്ന് നോക്കാം. ഏത് പ്രായക്കാർക്കും കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ് തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തു. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. അപ്പോൾ ആ തീവണ്ടി എഞ്ചിൻ ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ. എവിടെയാണ്? ബ്രിട്ടനിൽ 1825. ഇതിൻ്റെ ഇന്ധനം കൽക്കരിയായിരുന്നു. പിൻകാലത്ത് നമ്മൾ ഡീസലും ഇലക്ട്രിക് എഞ്ചിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ 1825 അതിപ്പോൾ നമ്മൾ പറഞ്ഞു. ഏതാ? സ്കോട്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച ഈ സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽ ഗതാഗതം തുടക്കമായി. അപ്പോൾ 1825 ആളുടെ പേര് ഒന്നും കൂടി ഓർക്കുക, ജോർജ് സ്റ്റീഫൻസൺ. പുള്ളിയുടെ ആ ഒരു ലോക്കോമോട്ടീവിൻ്റെ പേര് സ്റ്റീഫൻസൺ റോക്കറ്റ്. വഴി ചോദിച്ചാൽ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ച്. ഇനി അതിൻ്റെ താഴെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിൻസുകൾ കൊടുത്തിട്ടുണ്ട്. കൽക്കരി കൊണ്ടുപോകുന്നത്, പിന്നെ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതിൽ നിന്നും നമ്മൾ ഇലക്ട്രിക്കിലേക്ക് പോയി, പിന്നെ അതിൽ നിന്നും മെട്രോ, പിന്നെ ബുള്ളറ്റ് ട്രെയിൻ, അങ്ങനെ കുറച്ച് പടങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ കാര്യമാണ്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ബോംബെ, ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെയാണ്. 1853 അപ്പോൾ നമ്മൾ ആദ്യത്തെ വേൾഡിൽ ചോദിച്ചാൽ 1825, നമ്മുടെ ഇന്ത്യയിൽ ചോദിച്ചാൽ 1853, കേരളത്തിൽ ചോദിച്ചാൽ 1861. അത് ബേപ്പൂർ ടു തിരൂരായിരുന്നു, അതും ഓർക്കാം. പിന്നെ ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പിന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മെട്രോ റെയിൽ എന്താണെന്ന് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. വൻ നഗരങ്ങളിലെ യാത്രാ ക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. അപ്പോൾ കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, പിന്നെ ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ നിലവിലുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ്? കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, കൊച്ചി. ഇനി അതിൻ്റെ മേന്മകൾ: കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം, കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ ജലഗതാഗതം. ജലഗതാഗതം എന്താണ്? ജലത്തിലൂടെയുള്ള ഗതാഗതത്തിന് ജലഗതാഗതം എന്ന് പറയും. അപ്പോൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം, ആ ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. അപ്പോൾ ആദ്യകാലത്ത് തോണിയാണ് ഈ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ.
ഇതിലും മെസപ്പൊട്ടേമിയൻ കാലഘട്ടത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്. മെസപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. ചരക്ക് നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. ഈ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഡോക്ക് യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ്? ഗുജറാത്തിലെ ലോത്തൽ. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ഗതാഗതം നിലവിൽ നിന്നിരുന്നതിന് തെളിവാണ്. അപ്പോൾ ഗുജറാത്തിലെ ലോത്തൽ. അപ്പോൾ ലോത്തലിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്താകുന്ന ഈ ഒരു പടം. ഇനി നമ്മുടെ ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ഗതാഗതം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതുവരെ ചരക്ക് നീക്കത്തിന് പ്രധാനമായി ഈ പാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആശ്രയിക്കുന്നുണ്ട്. ഈ കൊല്ലം കോട്ടപ്പുറം, ഇപ്പോൾ കൊല്ലം കോഴിക്കോട് വരെയാണ്. അത് നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ കനാലുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ഗതാഗതത്തിന്. അങ്ങനെ ആലപ്പുഴയിൽ എന്താ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. അതുകൂടാതെ ധാരാളം കനാലുകൾ കാണപ്പെടുന്ന ആലപ്പുഴയിൽ നമ്മൾ കിഴക്കിൻ്റെ വെനീസ് എന്ന് അറിയപ്പെടുന്നു. ഇനി അതിൽ കൊടുത്തിരിക്കുന്നത് കനോലി കനാലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങളിൽ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്നു HV കനോലി. അദ്ദേഹം 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഒരു പാത വേണം, ജലഗതാഗത പാത വേണം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അത് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കൊടുങ്ങല്ലൂർ വരെ ബന്ധിപ്പിച്ച് ഇതിനെ ജലപാത കനോലി കനാൽ എന്ന് പേരിലാക്കി മാറ്റിയത്. ഇനി പാർവതി പുത്തനാർ തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. ഇനി മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരിക്കുന്നത് സമുദ്ര ഗതാഗതത്തെ ആയിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്ര വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലിലൂടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാകുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. ഇപ്പോൾ പണ്ട് നമ്മൾ ചരക്ക് നീക്കത്തിനും അതേപോലെ രാജ്യാന്തര യാത്രയ്ക്കൊക്കെ യൂസ് ചെയ്തിരുന്നത് ഇതേപോലെ കപ്പലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കാറ്റിൻ്റെ ദിശ ഉപയോഗിച്ച്, അതാണ് ഈ പായ്ക്കപ്പൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ആവിശക്തി ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. ഇനി സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയുടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. അപ്പോൾ
നമ്മുടെ രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളുടെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് നീക്കം യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളുടെയും യാത്രക്കാരെയൊക്കെ കൊണ്ടുപോകുന്ന തീരദേശ ജലപാതകൾ ഉണ്ടാവും. എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ തുറമുഖ പാതകൾക്കിടയിൽ ചരക്ക് നീക്കത്തിനും പിന്നെ യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാത എന്ന് പറഞ്ഞിട്ടൊരു പാതയുണ്ട്, അതായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ താരതമ്യേന ചെലവ് കുറവ്, മലിനീകരണം കുറവ്. ഇനി വ്യോമഗതാഗതം ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്വീസ് മോണ്ട് ഗോൾഫിയർ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിൻ്റെ താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്വീസിൻ്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയരുന്നത് അദ്ദേഹത്തിൻ്റെ അതിശയം ഉളവാക്കി. ആ കാഴ്ച ജാക്വസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്വസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിക്കുകയും സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രികരാക്കി ജാക്വീസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. അപ്പോൾ ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്വീസ് മോണ്ട് ഗോൾഫിയർ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ജോസഫ് മോണ്ട് ഗോൾഫിയറുമാണ് ആദ്യമായിട്ട് ഈ വ്യോമഗതാഗതത്തിന് ചുവട് വെച്ചുകൊണ്ട് നമ്മുടെ ഹോട്ട് എയർ ബലൂൺ എന്ന കണ്ടുപിടുത്തം ഒരു അരമണിക്കൂറോളം അവർ ആദ്യമായിട്ട് യാത്ര നടത്തി. അതിനൊരു ചുവടുവെപ്പ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നതല്ല. നമുക്കറിയാം അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ആകാശയാത്ര നടത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യരൂപം എന്നറിയപ്പെടുന്ന ഒരു വിമാനം നിർമ്മിച്ചതാണ് ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. ഇവരെ റൈറ്റ് സഹോദരന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അവർ നിർമ്മിച്ച ആ വിമാനത്തിൻ്റെ പേരാണ് ഫ്ലയർ വൺ. ഈ ഫ്ലയർ 1 അമേരിക്കയിലെ നോർത്ത് കരോലീനയിൽ നിന്നും 1903 ഡിസംബർ 17 അമേരിക്കയിലെ നോർത്ത് കരോലീനയിൽ നിന്നും പറന്നുയർന്നത്. ഫ്ലയർ 1 ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ് ഇത് നിർമ്മിച്ചത്. ഇത് ക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിങ്ങനെ നിർമ്മിച്ച് നമുക്കിപ്പോൾ അത്യാധുനിക രീതിയിലുള്ള യാത്രാ സംവിധാനങ്ങളുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും ദൂരയാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വ്യോമഗതാഗതം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1911 അലഹബാദിൽ നിന്നും നൈനിയിൽ, അലഹബാദ് ടു നൈനി 1911. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്നും കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ്
1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയിലുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ 1911 അലഹബാദ് ടു നൈനിയിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്നും കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ടാറ്റ എയർലൈൻസ് 1932 ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇനി ആദ്യത്തെ വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലെ ജുഹുവിലാണ്. ഇനി ഇതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത് വായുമലിനീകരണത്തെ പറ്റിയിട്ടാണ്. വായുമലിനീകരണത്തെ തുടർന്ന് ഡൽഹിയിലെ സ്കൂളുകളും കോളേജുകളൊക്കെ അടച്ചിട്ട കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ ഇത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്കൂളും കോളേജൊക്കെ അടച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗതത്തെ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? വർദ്ധിച്ച ഗതാഗത കുരുക്ക്, പിന്നെ ശബ്ദമലിനീകരണം, വായുമലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം, കാൽനടക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കൽ, ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് വാഹനപ്പെരുപ്പം നമ്മുടെ ഗതാഗതത്തിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഇതിലെ ആശയവിനിമയത്തെ പറ്റിയിട്ടാണ്. ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരാളിലേക്കോ കൈമാറാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആശയവിനിമയം എന്ന് പറയുന്നത്. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആശയവിനിമയം നടത്തുന്നത് സംഭാഷണത്തിലൂടെ ആവാം, എഴുത്തിലൂടെ ആവാം, ഫോണിലൂടെ ആവാം. പിന്നെ അല്ലാതെ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്ത് വിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു? ആംഗ്യഭാഷയാവാം, പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് ഒക്കെ ആവാം. ഇനി ആദിമ മനുഷ്യർ ശരീരമുഖചലനങ്ങളുടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇനി പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തിയിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിഗമനം. അപ്പോൾ സുമേറിയക്കാരാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. അപ്പോൾ ഏത് രാജ്യക്കാരാണെന്ന് വെച്ചാൽ സുമേറിയക്കാരാണ് ആദ്യത്തെ എഴുത്തുവിദ്യ. ഇനി ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. അവരുടെ ലിപിയാണ് ക്യൂണിഫോം. സുമേറിയക്കാരുടെ ലിപിയാണ് ക്യൂണിഫോം. ഇനി ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്, സുമേറിയക്കാരുടെ ക്യൂണിഫോം. ഇനി ഇതിൽ കുറച്ച് ചിത്രങ്ങളും അതിൻ്റെ പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയച്ച ചിത്രത്തിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ശിലയും അതിൻ്റെ ഉപകരണം കൂർത്ത കല്ലുമാണ്. രണ്ടാമത്തെ ചെമ്പു തകിട്, അപ്പോൾ അതിന് നമ്മൾ ലോഹ എഴുത്താണി ഉപയോഗിക്കും. പിന്നെ താളിയോല, അതിനും എഴുത്താണി അല്ലെങ്കിൽ നാരായം എന്നറിയപ്പെടുന്ന ഉപകരണം ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിച്ചിരുന്നത് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയങ്ങളിൽ കുറച്ചാണ് നമ്മുടെ അവിടെ രാജവിളംബരം എന്ന രീതിയിലൊരു ചിത്രം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അച്ചടി യന്ത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്.
പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വളരെ വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രമാണ് ഇവർ കൊടുത്താക്കുന്നത്. ഇത് ഗുട്ടൻബർഗ്. ഇനി പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഇനി അത് കഴിഞ്ഞ് തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതി ആശയവിനിമയത്തെയും സ്വാധീനിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ ഹെലികോപ്റ്റർ വഴി പ്ലെയിന് വഴി നമ്മൾ കത്തുകൾ അയച്ച ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ അപ്പോൾ ഇന്ത്യൻ തപാൽ സംവിധാനം അതിനെ പറ്റിയിട്ടാണ് ഇതിൽ കൊടുത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഇനി വ്യക്തിഗത ആശയവിനിമയം, ബഹുജന ആശയവിനിമയം എന്നിങ്ങനെ നമുക്ക് ആശയവിനിമയ രീതികളെ തരംതിരിക്കാം. വ്യക്തിഗത ആശയവിനിമയത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻലൻഡ്, ടെലിഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീൻ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ, ഈ വക കാര്യങ്ങൾ. ഈ ബഹുജന ആശയവിനിമയത്തിനാണ് നമ്മൾ വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം, അതായത് ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബഹുജന ആശയവിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതികവിദ്യ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. വീഡിയോ കോൺഫറൻസ്, ഇ-കൊമേഴ്സ്, ഇമെയിൽ, ടെലിമെഡിസിൻ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടുകൂടി സാധ്യമാകുന്നു. വീഡിയോ കോൺഫറൻസ് അറിയാലോ, ഒരു അകലെയുള്ള ഒരാളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന, കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഇതാണ് വീഡിയോ കോൺഫറൻസ്. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നത്. ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരസാങ്കേതിക സംവിധാനത്തിൻ്റെ സഹായത്തോടെ ഡോക്ടറുമായിട്ടൊക്കെ അവരുമായിട്ട് സംവദിക്കാനും ആരോഗ്യരംഗത്തൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിന് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. പിന്നെ ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നുചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിലും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിന് സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ വിമാനത്താവളങ്ങൾ, മെയിനായിട്ടുള്ള വിമാനത്താവളങ്ങൾ, പിന്നെ റെയിൽവേ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു.